ഇന്നലെ ഇന്ത്യ മികച്ച വിജയമാണ് നേടിയത്. ഇതുകൊണ്ട് ഇന്ത്യക്ക് പരമ്പര സ്വന്തമാക്കാൻ സാധിച്ചു. ഇനി മൂന്നാം ഏകദിനം വെറും ചടങ്ങര ഓൾറെഡി നേടിയത് കൊണ്ട് ഇതുവരെ കളിക്കാൻ അവസരം കിട്ടാത്തവരെ ഇറക്കും. സൂര്യകുമാർ യാദവിനെ ചിലപ്പോൾ റെസ്റ്റ് കൊടുത്ത് രജിത് പട്ടിഡാറിനെ ഇറക്കാൻ സാധ്യതയുണ്ട്. ശ്രേയസിന് പകരമാണ് താരം ടീമിലെത്തിയത്. പക്ഷേ ഇതുവരെ ഒരു മാച്ചിൽ പോലും കളിക്കാൻ സാധിച്ചിട്ടില്ല. അതുപോലെ ബൗളിംഗിൽ ഷർദുൽ താക്കൂറിനെ റെസ്റ്റ് കൊടുത്ത് ഉമ്രാൻ മാലിക് വന്നേക്കും. മാലിക്കിനും ഈ ഒരു സീരീസിൽ കളിക്കാൻ സാധിച്ചിട്ടില്ല. രണ്ട് പുതിയ താരങ്ങൾ മൂന്നാം ഏകദിനത്തിൽ ഉണ്ടായിരിക്കും. മൂന്നാം ഏകദിനം കൂടി ജയിച്ചാൽ പരമ്പര ഇന്ത്യക്ക് തൂത്തുവാരാം. അങ്ങനെ സംഭവിച്ചാൽ അത് ന്യൂസിലാൻഡിന് നാണക്കേട് തന്നെയാണ്. മികച്ച ഒരു ടീം ന്യൂസിലാൻഡിനുണ്ട്. എന്നിട്ടും ഇന്ത്യയോട് 3 കളി തോറ്റാൽ അതിലും വലിയ നാണക്കേട് ന്യൂസിലാൻഡിന് കിട്ടാനില്ല. അതുകൊണ്ട് മൂന്നാം ഏകദിനത്തിൽ എന്ത് വില കൊടുത്തും ന്യൂസിലാൻഡ് ജയിക്കാൻ നോക്കും. വില്യംസൺ ഇല്ലാത്തത് ന്യൂസിലാൻഡിന് തിരിച്ചടി തന്നെയാണ്. ഇനി മൂന്നാം ഏകദിനത്തിനുള്ള ഇന്ത്യയുടെ സാധ്യത അല്ലെന്ന് നോക്കാം. രോഹിത് ശർമ്മ, ശുഭ്മാൻ ഗിൽ, വിരാട് കോഹ്ലി, ഇഷാൻ കിഷൻ, സൂര്യകുമാർ യാദവ്, ഹാർദിക് പാണ്ഡ്യ, ഷഹബാസ് അഹമ്മദ്, ഷർദുൽ താക്കൂർ, യുസ്വേന്ദ്ര ചഹൽ, മുഹമ്മദ് സിറാജ്, ഉമ്രാൻ മാലിക്. വാഷിംഗ്ടൺ സുന്ദറിന് പകരം ഷഹബാസ് അഹമ്മദിനെ ഇറക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ സൂര്യ റെസ്റ്റ് എടുത്താൽ രജിത്തിന് അവസരം കിട്ടും. ഇഷാനെ മാറ്റാൻ സാധ്യതയില്ല. കാരണം ഇന്ത്യക്ക് വേറെ വിക്കറ്റ് കീപ്പേഴ്സ് ഇല്ല. രാഹുൽ ആണെങ്കിൽ ടീമിലില്ല. ശ്രീലങ്കൻ പരമ്പര തൂത്തുവാരിയതുപോലെ തന്നെ ന്യൂസിലാൻഡ് പരമ്പരയും നേടിയാൽ അത് ഇന്ത്യക്ക് വലിയ നേട്ടം തന്നെയായിരിക്കും. നിലവിൽ ഏകദിനത്തിൽ റെക്കോർഡ് വിജയമാണ് ഇന്ത്യ സ്വന്തമാക്കിയിരിക്കുന്നത്. ഏകദിന വേൾഡ് കപ്പ് അടുത്തെത്താറായി. അതിനു മുന്നേ മികച്ച വിജയങ്ങളാണ് ഇന്ത്യ നേടുന്നത്. അപ്പോൾ നമുക്ക് മൂന്നാം ഏകദിനത്തിന് വേണ്ടി കാത്തിരിക്കാം. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.